നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. നിയന്ത്രണം വിട്ട മിനി ലോറി ബസ് കാത്തു നിന്നവർക്ക് നേരെ ഇടിച്ചു കയറി. 2 പേർ മരിച്ചു. കൊട്ടാരക്കര പനവേലിയിലാണ് അപകടം. വിദ്യാർത്ഥികൾക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. ഇലിപ്പുകുളം KKM GVHSSലായിരുന്നു കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത്. 500 വിദ്യാർത്ഥികൾക്കാണ് കോഴിക്കുഞ്ഞുങ്ങളെ നൽകിയത്. അഭയകേന്ദ്രത്തിലെ അന്തേവാസികൾക്ക് ഭക്ഷണപ്പൊതികൾ നൽകി വിദ്യാർത്ഥികൾ. കോയിവിള സെന്റ് ആന്റണീസ് LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഭക്ഷണപ്പൊതികൾ നൽകിയത്. ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിലെ അന്തേവാസികൾക്കാണ് ഭക്ഷണം നൽകിയത്. വിശദമായ വാർത്തകളിലേക്ക്. നിയന്ത്രണം വിട്ട മിനി ലോറി ബസ് കാത്തു നിന്നവർക്ക് നേരെ ഇടിച്ചു കയറി. 2 പേർ മരിച്ചു. കൊട്ടാരക്കര പനവേലിയിലാണ് അപകടം. പനവേലി സ്വദേശിനി സോണിയ, ശ്രീകുട്ടി എന്നിവരാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട മിനി ലോറിയാണ് ബസ് കാത്തുനിന്നവർക്ക് നേരെ ഇടിച്ചു കയറിയത്. അപകടത്തിൽ 2 പേർ മരിച്ചു. കൊട്ടാരക്കര പനവേലിയിലായിരുന്നു അപകടം. പനവേലി സ്വദേശിനി 42-കാരിയായ സോണിയ, 23 വയസ്സുകാരി ശ്രീകുട്ടി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായ 65-കാരനായ വിജയന് ഗുരുതരമായി പരിക്കേറ്റു. ഡെലിവറി വാനായി ഉപയോഗിക്കുന്ന മിനി ലോറിയാണ് നിയന്ത്രണം വിട്ട് യാത്രക്കാർക്ക് നേരെ ഇടിച്ചു കയറിയത്. മിനി ലോറിയെയും ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാവിലെ ഒരു 7-7:30 മുമ്പാണ് സംഭവം നടക്കുന്നത്. ആ ബസ് സ്റ്റോപ്പിൽ 2 പേർ നിൽപ്പുണ്ടായിരുന്നു. അവർ 2 യാത്രക്കാരാണ് ബസ് സ്റ്റോപ്പിൽ നിന്നതാണ്. അവിടുന്ന് ഒരു വണ്ടി വന്നു. ഈ വണ്ടി ഫസ്റ്റ് സ്റ്റാൻഡ് കിടക്കുമായിരുന്നു. ഈ വിജയന്റെ വണ്ടി ഫസ്റ്റ് സ്റ്റാൻഡ് കിടന്നത്. അതൊരു കറണ്ട് വണ്ടിയാണ്. പുള്ളിക്കാരൻ വണ്ടിക്ക് തിരിക്കത്തുള്ളൂ. കാല് വയ്യാത്തതിന് ഒരു പിള്ളേരെ വണ്ടിക്ക് തിരിക്കത്തേ ഉള്ളൂ. പക്ഷെ അവിടുന്ന് വന്ന വണ്ടി ആ അശ്രദ്ധയാണോ എന്തോ സംഭവം. ആ ചെറിയൊരു വളവുണ്ടെങ്കിൽ തന്നെ അശ്രദ്ധയാണ് വരാനാ സാധ്യത കൂടുതലും. വന്ന് ആ നിന്ന യാത്രക്കാരെ ഇടിച്ച് തെറിപ്പിച്ചിട്ടാണ് ഈ വണ്ടി ഇടിക്കുന്നത്. ആ ഇടിച്ച് തെറിപ്പിച്ച് യാത്രക്കാരിൽ ഒരാൾക്കുള്ള അതീവ ഗുരുതരമാണെന്ന് പറയപ്പെടുന്നു. 2 സ്ത്രീകളാണ്. ഒരാൾക്ക് വലിയ കുഴപ്പമില്ല, ഒരാൾക്ക് അതീവ ഗുരുതരമാണെന്ന് പറയുന്നു. ഇപ്പം ആട്ടോയിലിരുന്ന ആൾക്കും വലിയ പ്രശ്നമാണ്. കാലൊക്കെ ഒടിച്ച് തൂങ്ങിപ്പോയെന്ന് പറയുന്നു. തലമണ്ട പൊട്ടിപ്പോയെന്ന് പറയുന്നു. എന്തായാലും അവരൊരു വല്ലാത്തൊരു സംഭവമായി. ഇപ്പോൾ രാവിലെ നടന്ന സംഭവമായി. ഒരു 7 മണി 7:30 സംഭവമായി. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. അഭയകേന്ദ്രത്തിലെ അന്തേവാസികൾക്ക് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തു. കോയിവിള സെന്റ് ആന്റണീസ് LP സ്കൂളിലെ കുട്ടികളും അധ്യാപകരുമാണ് ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിലെ അന്തേവാസികൾക്ക് ഭക്ഷണപ്പൊതികൾ നൽകിയത്. ചവറ കോയിവിള സെന്റ് ആന്റണീസ് LP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിലെ അന്തേവാസികൾക്ക് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തത്. വീട്ടിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന ഭക്ഷണപ്പൊതികളാണ് വിദ്യാർത്ഥികൾ അന്തേവാസികൾക്ക് നൽകിയത്. ഇവർ ഭക്ഷണം അന്തേവാസികൾക്ക് വിളമ്പി നൽകുകയും ചെയ്തു. PTA പ്രസിഡന്റ് അനിൽ, വൈസ് പ്രസിഡന്റ് പ്രിൻസി, PTA MPTA ഭാരവാഹികൾ, രക്ഷിതാക്കൾ എന്നിവരും വിദ്യാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു. 2025-26 അധ്യയന വർഷത്തെ ഒരു സംരംഭമാണ് ഇന്നിവിടെ അരങ്ങേറിയത്. നമ്മൾ കുട്ടികളിൽ ഉറപ്പിക്കേണ്ടതായ മൂല്യങ്ങൾ, അതായത് വൃദ്ധജനങ്ങളെ പരിപാലിക്കൽ, മാതാപിതാക്കളെ സംരക്ഷിക്കൽ, ഇന്ന് ഈ കാലഘട്ടത്തിൽ അതിൽ മൂല്യച്യുതി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതിൽ നിന്നെല്ലാം മാറി അവർ ഈ മൂല്യം വളർത്തണം, ഈ മൂല്യം സ്വായത്തമാക്കണം. അതിനു വേണ്ടി തുടങ്ങിയ ഒരു പ്രവർത്തനമാണിത്. നേരത്തെ ക്ലാസ്സുകളിലും രക്ഷിതാക്കൾക്കും അവബോധം നൽകിയതനുസരിച്ച് രക്ഷിതാക്കളും നമ്മുടെ PTAയും ശക്തമായി സഹകരിക്കുകയും അവരുടെയും കൂടെ സഹായത്തോടെ എത്തിച്ച വീടുകളിൽ തന്നെ തയ്യാറാക്കി എത്തിച്ച പൊതിച്ചോറ് ശേഖരിക്കുകയും ആ പൊതിച്ചോറ് ഇന്ന് ഈ ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിൽ എത്തിക്കുകയും ഇവിടുത്തെ അന്തേവാസികൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. ഈ സംരംഭം വിജയകരമാക്കാൻ വേണ്ടി എന്നോടൊപ്പം സഹകരിച്ച PTA, MPTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും എല്ലാ രക്ഷിതാക്കൾക്കും എൻ്റെ സഹാധ്യാപകർക്കും
ഈ തരുണത്തിൽ നന്ദിയും രേഖപ്പെടുത്തുന്നു. വയോധികരെയും അനാഥരെയും അവഗണിക്കുന്ന ഇന്നത്തെ കാലത്ത് അവരെ സംരക്ഷിക്കേണ്ടതും അവരോട് കരുണ കാട്ടേണ്ടതും സമൂഹത്തിന്റെ കടമയാണെന്നുള്ള തിരിച്ചറിവ് കുട്ടികൾക്ക് നൽകുന്നതിന്റെ ഭാഗമായായിരുന്നു അഭയകേന്ദ്രത്തിലെ സന്ദർശനം. ഞങ്ങൾ സെന്റ് ആനീസ് കോവിലിൽ നിന്ന് വന്ന കുട്ടികളാണ്. ഞങ്ങൾ ഇന്ന് അഭയകേന്ദ്രത്തിൽ വന്നു. മുത്തശ്ശന്മാർക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന പൊതിച്ചോറുകൾ നൽകി. വളരെ സന്തോഷം അപ്പൂപ്പന്മാരും കണ്ടപ്പോൾ. കോയിവിള ബിഷപ്പ് ജെറോം അഭയകേന്ദ്രം ഡയറക്ടർ കുഞ്ഞച്ചൻ ആറാടൻ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും സ്വീകരിച്ചു. സൃഷ്ടിതാവൻ ദൈവത്തോട് കുരുവി കരഞ്ഞു പ്രാർത്ഥിച്ചു. സൃഷ്ടിതാവൻ ദൈവത്തോട് കുരുവി കരഞ്ഞു പ്രാർത്ഥിച്ചു. പറക്കണം വാരി പറക്കണം വാരി പറന്നു പറന്നു പോകണം. ന്യൂസ് ബ്യൂറോ, ചവറ. ചവറ വികാസ് കലാ സാംസ്കാരിക സമിതിയുടെ കെട്ടിട ഉദ്ഘാടനം ആഗസ്റ്റ് 9 നടക്കും. MLA ഫണ്ടും വികാസ് സമാഹരിച്ച തുകയും വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. 42 വർഷമായി ചവറയുടെ സാംസ്കാരിക രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ചവറ വികാസ് സാംസ്കാരിക സംഘടനയുടെ പുതിയ കെട്ടിടം ഓഗസ്റ്റ് 9 ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 25 ലക്ഷം രൂപയും വികാസ് പ്രവർത്തകർ സമാഹരിച്ച 25 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. വൈകിട്ട് 5 നടക്കുന്ന പരിപാടിയിൽ NK പ്രേമചന്ദ്രൻ MP പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ മുഖ്യ പ്രഭാഷണം നടത്തും. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ JR സുരേഷ് കുമാർ, KSFB ചെയർമാൻ K ഭരതരാജൻ, മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ, ചവറ KS പിള്ള, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V വിജയകുമാർ, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബീഗം അബീന S, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C രതീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം C വസന്തകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഓഗസ്റ്റ് 9 വൈകിട്ട് 5 മണിക്ക് നമ്മുടെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ചവറയുടെ MLA ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA നിർവഹിക്കുകയാണ്. ആ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MP ശ്രീ NK പ്രേമേന്ദ്രൻ അവർ സമ്മേളന ഉദ്ഘാടനം നടത്തുന്നു. കൂടാതെ മുഖ്യപ്രഭാഷണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഡോക്ടർ PK ഗോപൻ അവർ മുഖ്യപ്രഭാഷണവും, ഒപ്പം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, അതോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് JR സുരേഷ് കുമാർ, KS പിള്ള സാറ്, ലൈബ്രറി കൗൺസിലിൻ്റെ താലൂക്ക് ലൈബ്രറി സെക്രട്ടറി കൂടിയായിട്ടുള്ള വിജയകുമാർ സാറ്. 1984 ജനുവരി 26 25 ചെറുപ്പക്കാർ ചേർന്ന ചവറ വികാസ് സാംസ്കാരിക സംഘടനയ്ക്ക് തുടക്കം കുറിച്ചത്. വിവിധങ്ങളായ സാംസ്കാരിക പ്രവർത്തനം, ചർച്ചകൾ, സെമിനാറുകൾ, ആരോഗ്യ ക്യാമ്പുകൾ, നിർധനരായ പെൺകുട്ടികളുടെ വിവാഹം തുടങ്ങി വിവിധങ്ങളായ പരിപാടികളാണ് വികാസിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. ജോസ് ഫൗണ്ടേഷൻ ചികിത്സാ സഹായങ്ങളും നൽകുന്നുണ്ട്. ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവകാരുണ്യം ഈ 3 മേഖലകളിൽ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സൗകര്യങ്ങൾക്കായിട്ടാണ് പടവുകൾ, അത് നാളെയാണ് അതിൻ്റെ പരിപാടി. SLC +2 ഫുൾ A+ വിദ്യാർത്ഥികൾ നമ്മൾ അനുമോദിക്കുന്നതോടൊപ്പം 4 പേരെ നമ്മൾ പഠിപ്പിക്കുന്നു. BSc നഴ്സിങ്ങിന് പഠിക്കും. അവർക്കുള്ള ഫീസ് സംവിധാനവും അതിൻ്റെ ഒരു പ്രധാന ഭാഗം നമ്മളാണ് വർഷങ്ങളായി കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ കോഴ്സ് തീരുന്നിടം വരെ നമ്മൾ കൊടുക്കും. പിന്നീട് പുതിയൊരു പ്രോജക്റ്റായിട്ട് പിന്നെ ആരോഗ്യ മേഖലയെ നമ്മൾ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയായി നടത്തുന്ന ഐക്യം, അതിനുശേഷം ജോസ് ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിലുള്ള ക്യാൻസർ പാലിയേറ്റീവ് രോഗികൾക്കുള്ള സഹായം, അതിനും പ്രത്യേക ഒരു ടീം തയ്യാറാക്കിയിട്ടുണ്ട്. അതിനൊരു ഫൗണ്ടേഷൻ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. 2 മാസത്തിലൊരിക്കൽ 35ഓളം രോഗികളെ ഫൗണ്ടേഷൻ ആശുപത്രിയിലെ ഡോക്ടർ പരിശോധിച്ച് അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ അവർ തരും. മരുന്ന്, മറ്റ് കൊളോസ്റ്റോണിയൽ ബാഗ് തുടങ്ങിയതെല്ലാം നമ്മൾ വാങ്ങി വീട്ടിലെത്തിക്കുക. അവരാരും ഇത് പ്രദർശന വസ്തു ആക്കുന്നതേയില്ല. ന്യൂസ് ബ്യൂറോ, ചവറ.
KSRTC ജീവനക്കാർക്ക് DA ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകണമെന്ന് KSRTE CITU കായംകുളം യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. അനുമോദനം, അനുസ്മരണം, ആദരവ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. KSRTC ജീവനക്കാർക്ക് DA അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകണമെന്ന് KSRTE CITU കായംകുളം യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. KSRTE സംസ്ഥാന സെക്രട്ടറി സുജിത് സോമൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സഹായം കിട്ടാതെ ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയും. ഒരു മാസത്തെ വരവും ചെലവും ഒക്കെ എടുത്ത് അവിടെ കൊടുത്തു. ഒരു മാസം വരവും ചെലവും എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, സർക്കാരിന്റെ സഹായം ഇല്ലാതെ ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയില്ല. കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു, സർക്കാർ എന്തുകൊണ്ടാണ് സഹായം കൊടുക്കാത്തത് എന്ന് നിങ്ങൾ സത്യവാങ്മൂലം സമർപ്പിക്കണം. കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരാണ്. ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ അന്ന് കോടതിയിൽ കൊടുത്തൊരു സത്യവാങ്മൂലം യഥാർത്ഥത്തിൽ നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന സത്യവാങ്മൂലം. എന്താ കൊടുത്തത്? KSRTC പോലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ശമ്പളം കൊടുക്കേണ്ട ബാധ്യത സർക്കാരിനില്ല. എന്തുകൊണ്ടാണ് സർക്കാർ അങ്ങനെ റെഫറൻസ് കൊടുത്തത്? ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ സംബന്ധിക്കുന്ന വിവക്ഷ എന്ന് പറയുന്നത്, ആ പൊതുമേഖലാ സ്ഥാപനം എന്ത് ഉൽപ്പന്നമാണോ ഉണ്ടാക്കുന്നത് ആ ഉൽപ്പന്നത്തിന്റെ വരവിൽ നിന്ന് അതിന്റെ ചെലവിന് ആവശ്യമായ തുക കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ KSRTC എന്ന് പറയുന്ന സ്ഥാപനം എന്ത് ഉൽപ്പന്നമാണോ ഉണ്ടാക്കുന്നത്, എല്ലാ പൊതുമേഖലാ സ്ഥാപനത്തിനും ഉൽപ്പന്നമുണ്ട്. ആ ഉൽപ്പന്നത്തിന്റെ വരവ്, ഉൽപ്പന്നം വിറ്റ് കിട്ടുന്ന വരവിൽ നിന്ന് അതിന്റെ ശമ്പളം കൊടുക്കണം, ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമായ പൈസ നടത്തണം, ദൈനംദിന ചെലവുകൾക്ക് ആവശ്യമായ പൈസ നടത്തണം. സമ്മേളനത്തിൽ മുൻ മുഖ്യമന്ത്രിയും CPM നേതാവുമായിരുന്ന VS അച്യുതാനന്ദൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. പരീക്ഷാ വിജയികളെ അനുമോദിക്കുകയും സർവീസിൽ നിന്നും വിരമിച്ച ജീവനക്കാരെ ആദരിക്കുകയും ചെയ്തു. U സജി അധ്യക്ഷത വഹിച്ചു. CPM കായംകുളം ഏരിയ സെക്രട്ടറി B അബിൻ ഷാ, CITU കായംകുളം ഏരിയ സെക്രട്ടറി KP മോഹൻദാസ്, KSRTE സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി A അൻസാർ, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മധു ബി ഗോപൻ, R ജയൻ എന്നിവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു. സെക്രട്ടറി AP റജി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ R രാജേഷ് കുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. K ദിലീപ് സ്വാഗതവും സുനിത് സുധാകരൻ നന്ദിയും പറഞ്ഞു. പ്രസിഡന്റായി U സജിയെയും സെക്രട്ടറിയായി AP റജിയെയും ട്രഷററായി രാജേഷ് കുമാറിനെയും സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. വിദ്യാർത്ഥികൾക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. ഇലിപ്പക്കുളം KKMGV HSSലെ 500 വിദ്യാർത്ഥികൾക്കാണ് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത്. ജീവിതയാത്രകൾ കാലം നമിക്കുന്ന കൈവല്യമേ, കരളിൽ തെളിയും കെടാവിളക്കേ. ഇലിപ്പക്കുളം KKMGV ഹയർ സെക്കൻഡറി സ്കൂളിലാണ് 500 വിദ്യാർത്ഥികൾക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത്. സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കേരള സംസ്ഥാന ഹോർട്ടികോർപ്പറേഷന്റെ സഹായത്തോടെയാണ് 5 കോഴിക്കുഞ്ഞുങ്ങളെയും 1 കിലോ തീറ്റയും വീതം നൽകിയത്. വിതരണോദ്ഘാടനം MS അരുൺകുമാർ MLA നിർവഹിച്ചു. സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ വഴിയാണ് കുഞ്ഞു കൈകളിൽ കോഴിക്കുഞ്ഞ് എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി മണ്ഡലത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന വട്ടക്കാട് സ്കൂളിനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നുള്ളത് സന്തോഷത്തോടെ ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. 4,25,000 രൂപയുടെ ആനുകൂല്യങ്ങളാണ്. ഒരു വിദ്യാർത്ഥിക്ക് ഏതാണ്ട് 850 രൂപയുടെ ആനുകൂല്യം ലഭിക്കുന്നു. ഒപ്പം 5 കോഴിയും 1 കിലോ തീറ്റയുമാണ് ഇതിൻ്റെ ഭാഗമായി നൽകുന്നത്. വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് D രോഹിണി അധ്യക്ഷത വഹിച്ചു. കേരള നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് പൗൾട്രി വികസന കോർപ്പറേഷൻ്റെ 25-26 സാമ്പത്തിക വർഷത്തെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനിയായ മന്ത്രി ചിഞ്ചു റാണിയുടെ സമ്മാനമായി സ്കൂളുകളിലെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞു കൈകളിലേക്ക് കോഴിക്കുഞ്ഞ് എന്ന പദ്ധതി ഏറ്റെടുക്കുകയും അത് നമ്മുടെ മാവേലിക്കരയുടെ പ്രിയപ്പെട്ട വികസന നായകനായിട്ടുള്ള ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട MLA MS അരുൺകുമാർ നമ്മുടെ ഈ സ്കൂളിനെ സെലക്ട് ചെയ്ത് കൊടുക്കുകയും നമ്മുടെ സ്കൂളിലേക്ക് ഈ പദ്ധതി ഇന്ന് എത്തിയിരിക്കുകയാണ്. പഞ്ചായത്ത് അംഗങ്ങളായ G രാജീവ് കുമാർ, K ഗോപി, G രവീന്ദ്രനാഥ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KV അഭിലാഷ് കുമാർ, PTA പ്രസിഡന്റ് പ്രകാശ് വാസു, ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ വിനോദ് MS, VHSE വിഭാഗം പ്രിൻസിപ്പൽ ഹരി KR എന്നിവർ പങ്കെടുത്തു. സ്കൂൾ പ്രഥമാധ്യാപിക സലൂജ KL പദ്ധതി വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം.
പട്ടിയെ പിടിക്കാനായി എത്തിയ പുലി വീടിനുള്ളിലേക്ക് ഓടിക്കയറി. വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കലഞ്ഞൂർ പൂമരുതിക്കുഴിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. കലഞ്ഞൂർ സ്വദേശി സതീഷിന്റെ വീട്ടിനുള്ളിലേക്കാണ് പുലി ഓടിക്കയറിയത്. സതീഷിന്റെ ഭാര്യയും 3 വയസ്സുള്ള കുട്ടിയും മുറിയിൽ കയറി കതകടച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഇവിടെ പലയിടത്തിലും നമ്മൾ കേൾക്കുന്നുണ്ട് വനസംരക്ഷണത്തിൽ അങ്ങനെ ഇല്ല, ഇങ്ങനെ ഇല്ല, അങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത്രയും ഭാഗം ഞങ്ങൾ സംരക്ഷിച്ചേ പറ്റും. പുലിക്കൂട് സംഭവം ഇവിടെ ഏകദേശം ഒരു ഉച്ചയോടുകൂടി ഇന്നലെ തന്നെ അവർ രാത്രി വന്ന് പറഞ്ഞിരുന്നു, ഞങ്ങൾ നാളെ തന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നെ ഇവിടെ സ്ഥലമൊക്കെ തെളിച്ചിട്ട് കൊടുത്തു. അവരിന്നൊരു 1:30 അവരുടെ കൊടുന്ന് പുലിക്കൂട് സ്ഥാപിക്കുകയും ചെയ്തു. കലഞ്ഞൂർ പൂമരുതിക്കുഴിയിൽ നിരപ്പേൽ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന സതീഷിന്റെ വീടിനുള്ളിലേക്കാണ് പുലി ഓടിക്കയറിയത്. കാട്ടാനയെ പേടിച്ച് വർഷങ്ങളായി ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബമാണ് ഇവരുടേത്. വനത്തോട് ചേർന്ന ഒറ്റപ്പെട്ട പ്രദേശമാണിത്. വനാതിർത്തിയോട് ചേർന്ന് 6 വീടുകളാണ് ഇവിടെയുള്ളത്. വനത്തോട് ചേർന്നുള്ള റബ്ബർ തോട്ടത്തിനടുത്താണ് സതീഷിന്റെ വീട്. രാത്രിയിൽ പുലി ഇറങ്ങി ആടിനെ പിടിച്ചിട്ടുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. പകൽ 3 മണിക്കും 3:15-നും 3:30-ക്കും ഇടയ്ക്ക് ഒരു പുലി വന്ന് ചാടി വീട്ടിൽ കയറുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് രാത്രി പോലും സുരക്ഷിതയില്ലാത്ത ഒരു സംവിധാനമായിട്ട് മാറിയിരിക്കുന്നു. ഒന്നത്. 2 കാരണം എന്ന് പറഞ്ഞാൽ ഈ പൊടിക്കുഞ്ഞുങ്ങൾ. കാരണം ഇന്നലത്തെ ആ സംഭവത്തിൽ അതിന് 2 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. ഒന്ന് അംഗൻവാടി പഠിക്കുന്നൊരു കുഞ്ഞും, ഒന്ന് അതിനേക്കാളും ചെറുത്. ഈ അംഗൻവാടി പഠിക്കുന്ന കുഞ്ഞിനെ പോയി 3:30-ക്ക് വിളിക്കാൻ 2:45 കഴിയുമ്പോൾ വിളിക്കാൻ പോകുന്ന സമയത്താണ് ഈ സംഗതി അവിടെ എത്തുന്നത്. നേരെ മറിച്ച് ആ ഒരു പൊടിക്കുഞ്ഞും കൂടെ അവിടെ ഉണ്ടായിരുന്നെങ്കിലോ ആ കുഞ്ഞിൻ്റെ അമ്മായിമ്മ എന്ന് പറയുന്ന ഈ മരുമോടെ അമ്മായിമ്മ എന്ന് പറയുന്ന ആ ആളും കൂടെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്നലെ തീരെ കുറച്ച് ആൾക്കാർ ഉണ്ടായതുകൊണ്ടാണ് അത്രയും സംഭവിച്ചത്. അവിടെ കൂടുതലുണ്ടായിരുന്നെങ്കിൽ ആ പെണ്ണിനെ ആരെയും സംരക്ഷിക്കാൻ പറ്റത്തില്ലായിരുന്നു. ആരെങ്കിലുമൊക്കെ ഈ പുലി തകർത്ത് വരിയേനെ. വീടിന് പുറത്തു നിന്ന് നായയെ പിടിക്കാനായി പുലി ഓടിയെത്തിയപ്പോൾ നിലവിളിച്ചുകൊണ്ട് നായ വീടിനകത്തേക്ക് കയറി. ഈ സമയം സതീഷിന്റെ ഭാര്യയും 3 വയസ്സുള്ള കുട്ടിയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീട്ടിലേക്ക് ഓടിക്കയറിയ നായ സതീഷിന്റെ ഭാര്യയ്ക്ക് ചുറ്റുമായി നിന്നു. ഈ സമയം സതീഷിന്റെ ഭാര്യ പട്ടിയെയും 3 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് മുറിക്കുള്ളിൽ കയറി കതകടച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഒരു പുലി വന്നു അടുത്ത വീട്ടിലെ ഒരാടിനെ കഴിഞ്ഞ 25-ാം തീയതി പിടിക്കുന്നു. പിന്നെ ഈ ആഴ്ച ഇന്നലെ 3 മണിയായപ്പോഴേ പട്ടിയെ പകൽ 3 മണിക്ക് പട്ടിയെ ചാടിച്ചു കൊണ്ടുവന്ന് അടുക്കളയെ കയറ്റി. ആ പട്ടി ആ ഒരു 2 പൊടിക്കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുമായിട്ട് ഇണങ്ങി ചേർന്ന ഒരു പട്ടി. ആ പട്ടി എപ്പോഴും ഇങ്ങനെ പിള്ളേരുമായിട്ട് പട്ടി ചാടിച്ച് ഓടി വന്ന പട്ടി ഈ കൊച്ചിനെ കെട്ടിപ്പിടിക്കുമായിരുന്നു. പിന്നെ വേറെ അടുക്കളയിൽ വന്ന് പട്ടിയെയും ആ കുഞ്ഞിനെയും കൂടെ മുറിക്കാത്ത കഥ അടച്ച് കിടന്ന് വെള്ളം വെക്കും. ഭയങ്കര സൗണ്ടായിരുന്നു പട്ടി. ഇത് മുറുമുറുപ്പ് പുലി. ആ പുലിയുടെ മുറുമുറുപ്പായിട്ടാണ് ഈ കൊച്ചിത്ര പേടിക്കാൻ കാരണം. പുലിയുടെ ആക്രമണത്തിൽ പ്രദേശവാസികളും ഭയന്നിരിക്കുകയാണ്. സതീഷും ഭാര്യയും 2 കുട്ടികളും സതീഷിന്റെ അമ്മയുമാണ് വീട്ടിൽ താമസിക്കുന്നത്. സംഭവം അറിഞ്ഞ് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും വനത്തോട് ചേർന്ന് പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടം. പിറവന്തൂർ പഞ്ചായത്ത് മക്കാമൈൻ കാക്കപ്പൊന്ന് പാമ്പാടിയിൽ വീട്ടിൽ ഗോപിനാഥന്റെ കൃഷിയാണ് ആന നശിപ്പിച്ചത്. 97ഓളം കവുങ്ങുകൾ, തെങ്ങുകൾ, വാഴത്തൈകൾ എന്നിവയാണ് നശിപ്പിച്ചത്. നുള്ളിപ്പറിച്ച് ജീവിക്കാനുള്ളതാണിത്. തകർന്ന് ഇനിയിപ്പോൾ ഉള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുന്ന് കളഞ്ഞിട്ട് പോകാനും പറ്റത്തില്ല. കഴിഞ്ഞ ദിവസമാണ് ആനക്കൂട്ടമിറങ്ങി കൃഷി നശിപ്പിച്ചത്. 97ഓളം അടയ്ക്കാമരങ്ങൾ, തെങ്ങുകൾ, വാഴത്തൈകൾ എന്നിവയാണ് നശിപ്പിച്ചത്. ആനശല്യം കാരണം വൻ സാമ്പത്തിക നഷ്ടത്തിലായിരിക്കുകയാണ് ഇതോടെ ഗോപിനാഥനും കുടുംബവും. കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം ഇറങ്ങി ഈ അയ്യം മുഴുവൻ, നിങ്ങൾ ഈ കാണുന്ന ഇപ്പോൾ ഈ കണ്ടത് മുഴുവൻ, ഇത് മാത്രമല്ല ഇതിനകത്ത് ഒരുപാടുണ്ട്. ഇതിനകത്ത് 97 മൂട് കമുക്, 6-7 മൂട് തെങ്ങ്, ഒരു 10, 50, 60 മൂട് വാഴ, ഇത് മൊത്തം നശിപ്പിച്ച് എൻ്റെ ജീവിതം. ഞങ്ങളുടെ ജീവിതത്തിൽ എനിക്കിപ്പോൾ വയസ്സ് 75 ജീവിതത്തിലൊക്കെ ഞങ്ങൾ തൊരിപ്പിച്ച് കൂട്ടി ഉണ്ടാക്കി വെച്ചിരുന്നതായില്ലേ. കമുകൊക്കെ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഞങ്ങളുടെ ജീവിതമാണ്. അത് മുഴുവൻ തകർന്നു. നിങ്ങൾക്ക് കാണാവുന്നത് മുഴുവൻ. അതിനകത്ത് ഇനിയും ആകെ 8-10 മൂട് അതേ ഉള്ളൂ, ബാക്കി മുഴുവൻ പോയി. ആനകൾ കൂട്ടത്തോടെ ഇറങ്ങിയാണ് ജനവാസ മേഖലയിൽ കൃഷിനാശം ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രദേശത്തുള്ള കർഷകരും കുടുംബങ്ങളും ഇതോടെ ഭീതിയിലാണ്. ഈ പ്രദേശങ്ങളിൽ നിരന്തരമായി ആനകൾ ഇറങ്ങാറുണ്ടെന്നും കൃഷി നശിപ്പിക്കാറുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. 6 ആന 7 ആനയാണ്. പിന്നെ 1, 2, 3 എണ്ണം അല്ലാതെ ചില്ലറയായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒരു നേർവഴിയാണ് ഈ കാണുന്നത്. ഇതിലേക്കൂടെ വന്ന് ദൈനംദിനം ഇപ്പം 2 ദിവസം കൊണ്ടേ ഉള്ളൂ കനത്ത ശല്യമില്ലാത്ത. ബാക്കി എല്ലാ ദിവസവും ആനയുടെ കർശന നടപടിയാണ്. എന്നാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അധികൃതരെ അറിയിച്ചിട്ടും ഇതിന് ശാശ്വത പരിഹാരം കാണാൻ അവർ തയ്യാറാകുന്നില്ല എന്നാണ് കർഷകരുടെയും പ്രദേശവാസികളുടെയും പരാതി. ഇത് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചാൽ അവിടെ ആള് വരും, അവർ പേരിട്ടും അങ്ങോട്ട് കുറച്ച് ദൂരം മാറി നിൽക്കും.
അവരങ്ങ് പോവും. അവരിപ്പോൾ അതിൻ്റെ പുറകെ നടന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരെ കൃത്യമായി നമ്മൾ വിളിച്ചാൽ ഉടനെ എത്തുന്നുണ്ട്. അവരുടെ ആ ഒരു സഹായം. പക്ഷെ അതുകൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. ഫലപ്രദമായ രീതിയിൽ ട്രെഞ്ചുകൾ നിർമ്മിച്ച് ആനകളെ തുരത്താനുള്ള നടപടി അധികൃതർ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഈ പ്രദേശത്ത് ഈ ആനയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഈ ട്രഞ്ച് കുഴിച്ചതോടെ ആനയ്ക്ക് കടന്നു പോകാൻ വയ്യാത്തൊരവസ്ഥയുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു 10-15 ആനയെ കൂടുതൽ നിൽക്കുകയാണ്. അത് ദൈനംദിനം മിനിഞ്ഞാന്നും ഈ അപ്പുറത്ത് വന്നാല. അപ്പോൾ ഇതിന് യഥാർത്ഥത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ട്രഞ്ച് ഒരു ഭംഗിയായി തീർത്ത് വെച്ചിട്ട് ഈ ആന ഇവിടുന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആളുകളെയും കൂട്ടി വളരെ കൃത്യമായി ഇവിടുന്ന് കടത്തി വിട്ടില്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക്, എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക്. ഗോപിനാഥൻ ഉൾപ്പെടെ സമീപ പ്രദേശങ്ങളിലെ നിരവധി കർഷകരുടെയും അവസ്ഥ ഇതാണ്. കൃഷിസ്ഥലങ്ങൾ ഇപ്പോൾ ആനകളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. വാഹനയാത്രികരെ ആക്രമിക്കാറുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. അത് ഈ വലിയ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഒരു 5 മണിയാകുമ്പോൾ ഇറങ്ങി വരുമായിരുന്നു. അങ്ങനെ ഈ റോഡിൽ കഴിഞ്ഞ ഒരു 3-4 ദിവസത്തിന് മുമ്പ് ഭയങ്കരമായ ശല്യമായിരുന്നു. റോഡിൽ വന്ന ബൈക്കിൽ വന്ന ചാങ്ങപ്പാറയുള്ള പിള്ളേർ അവർ മറിഞ്ഞടിച്ച് വീണ ആന ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് കൊല്ലാതിരുന്നതാണ്. കൊല്ലുന്ന ആനകളുണ്ട് ഇതിനകത്ത്. കൂടെ പറ്റി നമ്മൾ ലൈറ്റ് അടിച്ചാൽ നമ്മുടെ കൂടെ കയറി വരും. ഇപ്പോൾ ഇവിടെ ആന നിന്നാൽ നമ്മൾ മേളിൽ നിന്ന് ലൈറ്റ് അടിച്ചാൽ ആന എങ്ങോട്ടും കയറി വരും. അങ്ങനെ കയറി വരുന്ന ആന അത്ര ഭീകരമായ ശല്യമാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മരം വീണ് കൃഷി നശിച്ചു. പുനലൂർ തൊളിക്കോടാണ് സംഭവം. ശക്തമായ കാറ്റിലും മഴയിലും സമീപവാസിയുടെ പുരയിടത്തിലെ മരം കൃഷിയിടത്തിലേക്ക് കടപുഴകുകയായിരുന്നു. വീടിനോട് ചേർന്നുള്ള ഷെഡിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു. ശക്തമായ കാറ്റിലും മഴയിലുമാണ് അയൽവാസിയുടെ പുരയിടത്തിലെ മരം വീണ് കൃഷി നശിച്ചത്. വീടിനോട് ചേർന്നുള്ള ഷെഡിന്റെ മേൽക്കൂരയും ഭാഗികമായി തകർന്നു. പുനലൂർ തൊളിക്കോട് സ്വദേശി സന്തോഷ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള കൃഷിയിടത്തിലേക്കാണ് കൂറ്റൻ പുളിമരം കടപുഴകി വീണത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. കൃഷിയിടത്തോട് ചേർത്ത് സന്തോഷ് വാടകയ്ക്ക് നൽകിയിരിക്കുന്ന വീടിനോട് ചേർന്നുള്ള ഷെഡിന്റെ മുകളിലേക്കും മരത്തിന്റെ ചില്ലകൾ പതിച്ച് മേൽക്കൂര ഭാഗികമായി തകർന്നു. കൃഷിയിടത്തെ തെങ്ങുകളും വാഴകളും ഒടിഞ്ഞു. വീടിനോട് ചേർന്നുള്ള പൈപ്പ് ലൈനുകളും പൊട്ടി. വാടക വീട്ടിൽ താമസിച്ചിരുന്ന സനിലും കുടുംബവും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മരം വെട്ടിമാറ്റണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടെങ്കിലും അയൽവാസി അത് അവഗണിച്ചതാണ് അപകടത്തിന് കാരണം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. MSC എൽസ 3 കപ്പൽ അപകടം. കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ച് മെഡിറ്ററേനിയൻ കപ്പൽ കമ്പനി. അപകടത്തിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട തുക നൽകാൻ കഴിയില്ലെന്ന് സത്യവാങ്മൂലത്തിൽ കമ്പനി വ്യക്തമാക്കി. തോട്ടപ്പള്ളിക്ക് പടിഞ്ഞാറ് അപകടത്തിൽപ്പെട്ട MSC എൽസ കപ്പൽ അപകടത്തിലാണ് മെഡിറ്ററേനിയൻ കപ്പൽ കമ്പനി കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. അപകടത്തിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട നഷ്ടപരിഹാര തുക നൽകാനാവില്ലെന്ന് കപ്പൽ കമ്പനി വ്യക്തമാക്കി. 9,531 കോടി രൂപയായിരുന്നു സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടത്. എന്നാൽ 1 രൂപ പോലും നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ല എന്നാണ് മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി അറിയിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങളെയെല്ലാം തള്ളിക്കൊണ്ടായിരുന്നു കമ്പനി നഷ്ടപരിഹാര തുക നൽകില്ല എന്ന് സത്യവാങ്മൂലം നൽകിയിട്ടുള്ളത്. MSC എൽസ 3 കപ്പലപകടം കാരണം സമുദ്ര പരിസ്ഥിതിക്ക് നാശമുണ്ടായിട്ടില്ലെന്നും കേരളം സമർപ്പിച്ചത് അതിശയോക്തി കലർത്തിയ കണക്കാണെന്നും കപ്പൽ കമ്പനി ഹൈക്കോടതിയിൽ വാദിച്ചു. കപ്പൽ അപകടത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രമാണ് അടിഞ്ഞതെന്നും അത് കമ്പനി തന്നെ നീക്കം ചെയ്തെന്നും മെഡിറ്ററേനിയൻ കപ്പൽ കമ്പനി കോടതിയോട് വ്യക്തമാക്കി. 87 പേജുകളുള്ള സത്യവാങ്മൂലത്തിൽ സംസ്ഥാന സർക്കാർ ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങളെയും കപ്പൽ കമ്പനി തള്ളുകയായിരുന്നു. കപ്പൽ അപകടം നടന്നത് രാജ്യ അതിർത്തിക്ക് പുറത്താണ്. കപ്പലിൽ നിന്ന് ഇന്ധന ചോർച്ച ഉണ്ടായിട്ടില്ല. കടലിൽ ഇന്ധനം കലർന്നു എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഇന്ധനച്ചോർച്ച മൂലമുള്ള പരിസ്ഥിതിയാഘാതം ചോദ്യം ചെയ്യാൻ സംസ്ഥാനത്തിന് അവകാശമില്ലെന്നും കേന്ദ്ര സർക്കാരിനാണ് അവകാശമെന്നും മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മത്സ്യബന്ധന നഷ്ടം സംസ്ഥാനത്തിന് ആവശ്യപ്പെടാനാവില്ലെന്നും മത്സ്യബന്ധന നിരോധനത്തിന്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണെന്നും കമ്പനി പറഞ്ഞു. മത്സ്യബന്ധന നിരോധനം ഏർപ്പെടുത്തേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വമാണെന്നും സത്യവാങ്മൂലത്തിൽ മെഡിറ്ററേനിയൻ കപ്പൽ കമ്പനി വിശദീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. 4ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് രണ്ടാനമ്മയുടെ ക്രൂരമർദ്ദനം. നൂറനാട് ആദിക്കാട്ടുകുളങ്ങരയിലാണ് സംഭവം. മുഖത്തും കാലിനും മർദ്ദനമേറ്റ വിദ്യാർത്ഥിനിയെ അടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നൂറനാട് പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. നൂറനാട് ആദിക്കാട്ടുകുളങ്ങരയിലാണ് 4ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് രണ്ടാനമ്മയുടെയും പിതാവിന്റെയും ക്രൂരമർദ്ദനമേറ്റത്. ആദിക്കാട്ടുകുളങ്ങര കഞ്ചുകോട് പൂവണ്ണം തടത്തിൽ അൻസറും 2ാം ഭാര്യയും ചേർന്നാണ് കുട്ടിയെ മർദ്ദിച്ചത്. സംഭവത്തിൽ നൂറനാട് പോലീസ് കേസെടുത്തു. കുട്ടി സ്കൂളിലെത്തിയപ്പോൾ ശരീരത്തിൽ ചുവന്ന പാടുകൾ കണ്ട അധ്യാപകർ വിവരം ചോദിച്ചപ്പോഴാണ് കാര്യങ്ങൾ പുറത്തു വന്നത്.
എന്നെ എൻ്റെ വാപ്പി ഇന്നലെ അവൾ എന്തോ മുടിക്ക് കുത്തി പിടിച്ചോണ്ട് പോയിരുന്നു. അതല്ല, ഇന്നലെ എന്നെ അമ്മ പറഞ്ഞില്ല, കഥ പറഞ്ഞിട്ട് എന്നെ അടിക്കുന്നൊക്കെ സൗണ്ട് കേട്ട് ഇറങ്ങി വരാൻ വേണ്ടി പറഞ്ഞില്ലായിരുന്നോ? അപ്പം ഞാൻ കഥ തുറന്നപ്പോൾ എന്നെ മുടിക്ക് കുത്തി പിടിച്ചോണ്ട് പോയി. പിന്നെ വാപ്പ എടുത്ത് കുറേ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്. ഈ ചെള്ള എൻ്റെ 2 അടി തന്നു, ഈ ചെള്ള 1 അടിയും തന്നു. 3 അടി അടിച്ചോ? രണ്ടാനമ്മയും പിതാവും ചേർന്ന് മർദ്ദിക്കാറുണ്ടെന്ന് കുട്ടി അധ്യാപകരോട് പറഞ്ഞു. തുടർന്ന് അധ്യാപകർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കുട്ടി. നോട്ട്ബുക്കിൽ എഴുതിയ അനുഭവക്കുറിപ്പിൽ വേദന നിറഞ്ഞ കാര്യങ്ങളാണ് കുട്ടി എഴുതിയിരിക്കുന്നത്. രണ്ടാനമ്മ ചെറിയ കാര്യത്തിന് പോലും കുട്ടിയെ ഉപദ്രവിക്കാറുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. അനിയനുമായി വഴക്കിട്ടപ്പോൾ അമ്മ വായയുടെ ഭാഗത്ത് അടിച്ചു. വാപ്പിയും ഉമ്മയും എന്നോട് ക്രൂരതയാണ് കാണിക്കുന്നത്. വീട് വെച്ചിട്ട് 2 മാസം മാത്രമേ ആയുള്ളൂ. അപ്പോഴേക്കും എന്നെ പേടിപ്പിക്കുകയും വിരട്ടുകയുമാണ് എന്നെല്ലാമാണ് കുട്ടി എഴുതിയിരിക്കുന്നത്. കുട്ടിയുടെ മൊഴി നൂർനാട് പോലീസ് രേഖപ്പെടുത്തി. തുടർന്ന് കുട്ടിയെ അടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. പ്രധാന വാർത്തകൾ വീണ്ടും. നിയന്ത്രണം വിട്ട മിനി ലോറി ബസ് കാത്തു നിന്നവർക്ക് നേരെ ഇടിച്ചു കയറി. 2 പേർ മരിച്ചു. കൊട്ടാരക്കര പനവേലിയിലാണ് അപകടം. വിദ്യാർത്ഥികൾക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. ഇലിപ്പുകുളം KKM GVHSSലായിരുന്നു കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത്. 500 വിദ്യാർത്ഥികൾക്കാണ് കോഴിക്കുഞ്ഞുങ്ങളെ നൽകിയത്. അഭയകേന്ദ്രത്തിലെ അന്തേവാസികൾക്ക് ഭക്ഷണപ്പൊതികൾ നൽകി വിദ്യാർത്ഥികൾ. കോയിവിള സെന്റ് ആന്റണീസ് LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഭക്ഷണപ്പൊതികൾ നൽകിയത്. ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിലെ അന്തേവാസികൾക്കാണ് ഭക്ഷണം നൽകിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.